അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് നമ്മളൊരു ഹെൽത്തി ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യേണ്ടത്. അതിന് നമ്മൾ പ്രധാനമായിട്ടും ഒരു 3 സ്റ്റെപ്പാണ്. ഫസ്റ്റ് വൺ, നമ്മുടെ മൈൻഡിനെ ഒന്ന് സെറ്റ് ചെയ്യുക. നമ്മൾ ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ ഹെൽത്തി ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യാൻ നമ്മളുടെ മൈൻഡിനെ റെഡിയാക്കുക എന്നുള്ളതാണ്. ആ ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഹാഫ് ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെ. ഡയറ്റിംഗ് മീൻസ് നമ്മൾ ഭക്ഷണം കുറയ്ക്കുക എന്നല്ല, ഹെൽത്തി ഡയറ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ടൊരു പ്ലാനിങ്. ദെൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്മാർട്ട് ഈറ്റിംഗ് പാറ്റേൺസ്. സ്മാർട്ട് ഈറ്റിംഗ് പാറ്റേൺസ് വന്നപ്പോൾ ഫസ്റ്റ് എസ് സ്റ്റാൻഡ്സ് ഫോർ സെർവ് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഇൻ എ പ്ലേറ്റ്, അല്ലെങ്കിൽ സ്മോൾ സൈസ്, സെർവിങ് സൈസ് അല്ലെ പ്ലേറ്റിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുക. പ്ലേറ്റിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്താൽ തന്നെ ക്വാണ്ടിറ്റി ഓഫ് കൺസംഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ എം ഫോർ മെഷർ ദ ഫുഡ് ഐറ്റംസ്. നമ്മൾ ഫുഡിനെ ഒന്ന് മെഷർ ചെയ്യുക. മൈൻഡ് കൊണ്ടാണെങ്കിലും നമ്മൾ ഇത്രയും ഫുഡേ കഴിക്കത്തുള്ളൂ എന്ന് തന്നെ നമ്മുടെ മൈൻഡിൽ പ്ലാൻ ചെയ്യുക. നെക്സ്റ്റ് എ ഫോർ ആഡ് മോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ യുവർ ഡയറ്റ്. നമ്മൾ ഡെയിലി ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ ആർ സ്റ്റാൻഡ്സ് ഫോർ റെഡ്യൂസ് സ്റ്റാർച്ചി ആൻഡ് ഷുഗറി ഫുഡ്സ്. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഷുഗറി ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്സ്, ജങ്ക് ഫുഡ്സ് ഒക്കെ ആണെങ്കിൽ സ്റ്റാർച്ചും ഷുഗറും കൂടുതലുള്ള അങ്ങനെയുള്ള ഫുഡിൻ്റെ കൺസംഷൻ റെഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ് ടി ഫോർ ടേക്ക് യുവർ ടൈം ഫോർ ഈറ്റിംഗ് ഫുഡ്സ്. അതായത് നമ്മൾ ടൈം എടുത്ത് ഭക്ഷണം കഴിക്കുക, അതായത് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ഭക്ഷണത്തിന് സമയമെടുത്ത് ഭക്ഷണം കഴിക്കുക. അടുത്തതായിട്ട് വേണ്ടി നോക്കാം, നമ്മളൊരു വേ ടു ഈറ്റ് ഫുഡ്. ഒരു ഓർഡറിൽ വേണം എപ്പോഴും ഭക്ഷണം കഴിക്കാനായിട്ട്. അതായത് നമ്മൾ സാധാരണ കഴിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിൽ അത് ആദ്യം അങ്ങ് കഴിക്കും. അതല്ല, നമ്മളൊരു സ്റ്റെപ്പ് ബൈ ഫസ്റ്റ് നമ്മൾ കഴിക്കേണ്ടത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ദെൻ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഫിഷ്, മീറ്റ്, എഗ്ഗ്, പൾസസ് അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുക. അത് കഴിഞ്ഞ് വേണം നമ്മൾ സീരിയൽസിലേക്ക് പോകാനായിട്ട്. സീരിയൽസ് കഴിച്ചതിന് ശേഷമേ ഉള്ളൂ ഫാറ്റ് ആൻഡ് ഷുഗർ കഴിക്കാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് 3 സെറ്റിൽ വരുന്നത് തന്നെ നമ്മുടെ ഫുഡ് ഒരു ഫില്ലിംഗ് എഫക്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് അധികം ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ഹെവി ആയിട്ട് ഫുഡ് ഇൻടേക്ക് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ നമ്മൾ ചിപ്സ്, മിക്സർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ സ്മോൾ സൈസുള്ള പ്ലേറ്റിലൊക്കെ സെർവ് ചെയ്ത് കഴിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കൂടുതലാണെങ്കിൽ നമ്മളത് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ഫുഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലാതെ നമ്മൾ TV വാച്ച് ചെയ്തുകൊണ്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ കൂടുതൽ കഴിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ ഫ്ലേവർ, അതിൻ്റെ ടെക്സ്ചർ അങ്ങനെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം ഒരു പരിധിവരെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ആരോഗ്യം എന്നത് ഒരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല, അത് ഒരു കുടുംബത്തിൻ്റെയും ഒരു സമൂഹത്തിൻ്റെയും ആവശ്യമാണ്. നല്ല ആരോഗ്യശീലങ്ങൾ വളർത്തി നമുക്ക് നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാം. ഞാനിപ്പോൾ പ്രതിപാദിച്ച ന്യൂട്രിയൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഏതൊക്കെ ഡെഫിഷ്യൻസി, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും അത് തീർച്ചയായും കാണുക.